അത് എപ്പോഴും പറയുന്നൊരു വാക്കാണ് റൈറ്റ് എന്നുള്ളത്. പോകാൻ നേരം റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതെ മനസ്സ് ഉണ്ടായ മനസ്സ് ആ ചിതാഭസ്മത്തിൽ എവിടെയെങ്കിലും ഭാവിയിൽ ഏതെങ്കിലും ഒരു സയൻസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ചിതാഭസ്മത്തിന് എന്ത് അവശിഷ്ടങ്ങളിൽ നിന്നും മനസ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ആ മനസ്സിങ്ങനെ പറഞ്ഞിരിക്കാം, ഈ കാണിച്ചത് ശരിയായില്ല, എൻ്റെ ചിതാഭസ്മം നദിയിൽ ഹിന്ദുക്കൾ ഒഴുക്കുന്നത് പോലെ ഒഴുക്കിയത് ശരിയായില്ല, റോങ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് അത് എഴുതിയത്. നഗ്നകവിത എന്ന് പറയുന്നത് സങ്കടത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ എന്താ കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ ലോകം എന്നുള്ള ദുഃഖമാണ് നഗ്നകവിതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ മുള്ളിൻ്റെ ചെരുപ്പിട്ട് നടക്കുന്ന എന്നുള്ളൊരു കാര്യമാണ് നഗ്നകവിത. സന്തോഷത്തിൽ നിന്നുണ്ടായതല്ല, ഹാസ്യ കവിതയല്ല, ഇതിനകത്ത് വന്ന് പെട്ടുപോകുന്നതാണ് ഇതിൻ്റെ നർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പർപ്പസായിട്ട് അതിനകത്ത് ഹാസ്യം ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ പല സന്ദർഭങ്ങളിൽ നമ്മൾ രാമായണത്തെയും ഗീതയെയും മഹാഭാരതത്തെയും ഇതിഹാസങ്ങളൊക്കെയും പുരാണങ്ങളെയും ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പേഴ്സ്പെക്റ്റീവ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു വായന ചെയ്യുന്നതാണ്. ഇപ്പോൾ ശിവാജി സാമന്ത് കർണ എഴുതുമ്പോൾ, MD രണ്ടാമൂഴം എഴുതുമ്പോൾ, സാറ ജോസഫ് ഊരുകാവൽ എഴുതുമ്പോഴൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രോഗ്രസീവ്നെസ്സിനെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഗീത വായിക്കേണ്ടതില്ല എന്നാണ് കുരിപ്പുഴ ശ്രീകുമാർ എപ്പോഴും പറയുന്നത്. ഇത് നമ്മളൊരു പുതിയ കാലത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വായിച്ച് മനസ്സിലാക്കിയാൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏത് കാലത്ത് വായിച്ചാലും യുദ്ധത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. യുദ്ധത്തിന് വേണ്ടി എഴുതിയ പുസ്തകമല്ലേ അത്. സമാധാന യുദ്ധം എന്നല്ലല്ലോ മഹാഭാരതം പറയുന്നത്. ഞാൻ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം ഒന്നിലധികം തവണ വായിച്ച് നോട്ട് എഴുതിയെടുത്തുള്ള ഒരാളാണ്. മഹാഭാരതത്തിലെ 800ഓളം കഥാപാത്രങ്ങളെ ചെറിയ ചെറിയ വരികളാക്കിയിട്ട് ഒരു പുസ്തകം തന്നെ ആക്കിയിട്ടുണ്ട്, മഹാഭാരതം വ്യാസൻ്റെ സസ്യശാല എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് യുദ്ധവിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ആ പുസ്തകത്തിലുടനീളം ഉള്ളത്. പിന്നെ ഗാന്ധാരിയെക്കുറിച്ച് കവിതയ്ക്കകത്ത് പറയുന്ന ചെറിയ കവിതകളാണ്. അമ്മ 101 മക്കൾ, ഭാര്യ ഭർത്താവ് രാജ്യാധികാരി, കണ്ണഴിക്കേണ്ടായിരുന്നെന്ന് തോന്നുന്നു, കണ്ണിൽ നിറച്ചും ശവങ്ങൾ. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ശവം ഉൽപ്പാദനം വേണമെങ്കിൽ ഭഗവത്ഗീത വേണം. ശവോൽപാദനം വേണ്ടായോ? സമാധാനം വേണോ? ഭഗവത്ഗീത മാറ്റി. റമീല അധാപ്ര ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാർത്ഥൻ്റെ തേര് തെളിച്ചത് ശ്രീകൃഷ്ണന് പകരം ബുദ്ധനായിരുന്നു എന്ന് സങ്കല്പിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ബുദ്ധനായിരുന്നെങ്കിൽ, ആ ബുദ്ധിസ്റ്റുകളൊക്കെ മാറിപ്പോയി, ശ്രീലങ്കയിൽ യുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറയുന്ന ബുദ്ധ ഭിക്ഷുക്കളെ നമ്മൾ ആ കവിത എന്തായിരുന്നു? ബുദ്ധൻ്റെ പല്ല്. ശ്രീലങ്ക ഇന്ത്യ ഇട്ട മുട്ട, ജാഫ്ന സിംഹളൻ്റെ പുകയില, ബുദ്ധൻ്റെ പല്ല് നോക്കി ഭിക്ഷുക്കൾ മന്ത്രിച്ചു, യുദ്ധം ശരണം ഗച്ഛാമി. എങ്ങനെയാണ് അതൊക്കെ സഹിക്കുക? ഒരു കൊച്ചുകുട്ടിയെ, ബാലേന്ദ്രൻ എന്ന പേരുള്ള ഒരു കൊച്ചുകുട്ടിയെ, ഈ പുലിപ്രഭാകരൻ്റെ മകനെ മുട്ടായി കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചൊരു അടുത്ത നിമിഷം വെടിവെച്ചില്ല. ഇതൊക്കെ എങ്ങനെ സഹിക്കുക? എത്രയോ കവികൾ, സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള എത്രയോ കവികളാണ് ശ്രീലങ്ക വിട്ട് പല സ്ഥലങ്ങളിലും പോയി, രാജ്യങ്ങളിലെല്ലാം പോയി കവിത എഴുതുന്നത്, അവിടുത്തെ ജീവ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട്. ഗൾഫിൽ ഒരിക്കൽ പോയ സമയത്ത് സിംഗപ്പൂരിൽ വെച്ച് ഒരു വീട്ടിൽ ഞാൻ താമസിച്ച വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ശ്രീലങ്കക്കാരിയെ പരിചയപ്പെടാനിടയായി. അങ്ങനെ 1-2 ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. മീരായേന്ദ്രൻ്റെ പ്രസ്സിൽ പോയ സമയത്ത് ശിവഗംഗയിൽ അവിടെ വെച്ചും നിങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാതെ പരമസങ്കടമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന നോവലാണല്ലോ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള നോവൽ. അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്, ഈ ആനന്ദി അവസാനം വരെ ഒരു വല്ലാത്ത സ്വഭാവമുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവർക്കൊരു എയിമുണ്ട്. അവരുടെ എയിം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ്. അവരുടെ ഒരു അനുജൻ എവിടെയോ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയ ആ ഭാഗത്ത് എവിടെയോ പോയിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ മാർഗ്ഗമൊന്നുമില്ല. രഹസ്യമായിട്ട് അവിടെ പോകാനുള്ള സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത്. അങ്ങനെ ഇവർ പരമാവധി പണം കളക്ട് ചെയ്ത് അതിനുള്ള പൈസയെല്ലാം കടത്തുന്ന ആൾക്കാർക്കുള്ള പണമെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ഈ ആനന്ദി തമിഴ്നാട്ടിൽ നിന്ന്, പിന്നെ ചെന്നൈയിൽ നിന്ന് മുനമ്പത്ത് വന്ന് അവിടെ നിന്നൊരു കള്ള ബോട്ടിനകത്ത് കയറി പോകുന്നതായിട്ടാണ് നോവല്. 2 കഥാപാത്രങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മല്ലി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രവും, ഒന്ന് ഈ ആനന്ദി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആനന്ദി നമ്മുടെ മുമ്പിൽ, ഇപ്പോൾ ആനന്ദി 50ാം പതിപ്പാണ് ഈ ധർമ്മേൻ്റെ ഈ പുസ്തകത്തിന്. 50ാം അപ്പോൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? 10,000 നല്ല വായിച്ചിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നില്ലെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ ഈ ചിത്രമാണ്. അല്ലാതെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്നത് ശ്രീലങ്ക പുലിപ്രഭാകരൻ പോലും അല്ല, പുലിപ്രഭാകരൻ്റെ ചിത്രം പോലും അല്ല, ഈ മനുഷ്യൻ്റെ ചിത്രമാണ്. ഈ കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ അടുത്ത ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത്, അവിടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അതായത്
ഈ പിന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ, ശ്രീലങ്കൻ അഭയാർത്ഥികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സിംഹള എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടക്കാരാണ്. അവർ സമാധാനത്തോടുകൂടി കാണേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷേ അവർ സമാധാനം കാംക്ഷിയില്ല, സമാധാനം ആഗ്രഹിച്ചില്ല. അവരുടെ ഒരു പ്രധാനമന്ത്രി തന്നെ അവർ വെടിവെച്ചില്ലല്ലോ, അവർ കുത്തിക്കില്ലയോ, അങ്ങനെ എന്തോ കൊലപ്പെടുത്തുകയായിരുന്നല്ലോ ബന്ധാരനായിക, പഴയ ബന്ധാരനായിക, സിനിമ ബന്ധാരനായിക മുമ്പുണ്ടായിരുന്ന ആളിനെ. അപ്പോൾ അത്രമാത്രം അക്രമാസക്തരായിപ്പോയി. ജപ്പാനിലെ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിലെ പിന്നെ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള പട്ടാളക്കാർ നടത്തി ക്രൂരകൃത്യങ്ങൾ എന്നെ ജ്ഞാനം എന്നുള്ള പുസ്തകത്തിന് അത് വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ രീതിയിൽ ബുദ്ധമതം അധപ്പതിച്ചു പോയി. അപ്പോൾ ഇത് പറയേണ്ടി വരും ചിലപ്പോൾ. എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്. ഏത് മതവും അതിൻ്റെ അടിസ്ഥാനം സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാകുന്നെങ്കിലും അത് കൂടുതൽ വഷളായിക്കൊണ്ടേ. അതോടൊപ്പം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആനന്ദിൻ്റെ ഒരു കഥയിൽ പുതിയ കാലഘട്ടത്തിലെ മഹാബലി ഒരു ലീവ് കിട്ടുന്ന സമയത്ത് പ്രഹ്ലാദൻ മുതുമുത്തച്ഛനാണ്. മുതുമുത്തച്ഛനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രീലങ്കയുടെ മണ്ടയിൽ കൂടെയാണ് ഈ വിമാനം യാത്ര ചെയ്യുന്നത്. പണ്ട് ഈ ആ രാജ്യത്ത് യുദ്ധം നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ രാമരാവണ യുദ്ധം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ വേറെ ആൾക്കാർ പല പേരുകളിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധം തുടരുകയാണ്. അപ്പം യുദ്ധം ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള പേരുകൾ പറയും. ഒരു സൈഡിൽ നമ്മൾ നന്മയുള്ളവരും മറു സൈഡിൽ നന്മയില്ലാത്തവരും എന്ന് പറയും. ഈ പറച്ചിൽ തുടരുന്നതാണ്. അതിനോരോ പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് ഫിലോസഫിക്കലി ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യൻ പൊക്കോണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമാധാനം ഇല്ലാത്ത മനുഷ്യരുണ്ടാവുന്നത്? പക്ഷെ നമ്മുടെയൊക്കെ സോഫ്റ്റ്വെയറിൽ എപ്പോഴും സമാധാനം ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ തുടരുന്നത്? സാധാരണ മനുഷ്യന് യുദ്ധം ഇഷ്ടമല്ല. യുദ്ധം ചെയ്യുന്നത് എപ്പോഴും അധികാരമുള്ളവരാണ്. അതിനെ അവർ പ്രേരിപ്പിക്കുന്നതിന് അത് ഒരു പ്രധാനപ്പെട്ട ഘടകം റിലീജിയനാണ്, മതപരമായിട്ടുള്ള കാര്യം. ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഒരു പാകിസ്ഥാനിലെ സാധാരണ പൗരൻ്റെ ആഗ്രഹമോ ലക്ഷ്യമോ ഒന്നുമല്ല. പാകിസ്ഥാനിലെ ഭരണാധികാരിയുടെ ഒരു ആഗ്രഹമാണ്. പാകിസ്ഥാനെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണാധികാരിയുടെ ഒരു ആവശ്യമാണ്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു അമിതമായിട്ടുള്ള രാജ്യസ്നേഹം എന്ന് പറയുന്നത് വ്യാജ രാജ്യസ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാജ്യസ്നേഹം ലോകത്തുള്ളവരെല്ലാം മനുഷ്യരില്ല, ലോകത്തുള്ളവർക്കെല്ലാം ഒറ്റ ഹൃദയം മാത്രമേ ഉള്ളൂ. ശ്വാസകോശം, കിഡ്നി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. ലോകമേ തറവാടെന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ഓരോ രാജ്യത്തും ഉണ്ടായി വരുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ മൃതശരീരം വീട്ടിൽ വന്നാൽ ഇന്ത്യയിലെ അമ്മയായാലും പാകിസ്ഥാനിലെ അമ്മയായാലും നിലവിളിക്കുന്നത് ഒരൊറ്റ മലയാളത്തിലാണ്. രണ്ട് ഭാഷ അവർക്കില്ല. അവരുടെ സ്വന്തം ഭാഷയിലുള്ള നിലവിളിയാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരമ്മയും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ചങ്ങമ്പുഴയുടെ ഒരു കവിതയുണ്ട്, അത് പട്ടാളക്കാരൻ്റെ ഭാര്യ പറയുന്നതാണ്. അതിനകത്ത് അവർ പറയുന്നത് പട്ടാളം ശമ്പളം കിട്ടും, പക്ഷെ പട്ടിണിയാണ് അതിൽ ഭേദം എന്നാണ്. പട്ടാളം പൈസ കിട്ടിയും ഒരുപാട് റമ്മൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും. കുതിരച്ചാര എല്ലാം കിട്ടുന്നൊരു പരിപാടിയാണ് പട്ടാളം എന്ന് പറയുന്നത്. പട്ടാളത്തെ ചാരായം കുടിപ്പിച്ചാണല്ലോ ഏത് ഗാന്ധിയനും ഭരണാധികാരി AK ആന്റണി പിന്നെ പ്രതിരോധ ഉപമന്ത്രിയായിരുന്ന സമയത്ത് ചാരായ വിതരണത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, അത് കൃത്യമാണ് പുള്ളി ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് അധികാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് പിന്നെ പാകിസ്ഥാനിനെ നിങ്ങൾക്ക് പെങ്ങൾസ്ഥാൻ എന്ന് വിളിച്ചുകൂടാ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിക്കൂടാ? എന്നേ ചൊടിച്ചു പിരിഞ്ഞ നേർപ്പെങ്ങളെ നിന്നെ എനിക്കൊന്ന് കാണാൻ കൊതി എന്ന് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അവർക്കും എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണമെന്ന് അവർക്കൊന്നും ആലോചിച്ചുകൂടാ? ഭരണാധികാരികളുടെ പ്രശ്നമാണ്, സാധാരണക്കാരുടെ പ്രശ്നമല്ല. നെടുവങ്ങാട്ടുകാരനെ ഒരാൾ ഈ അരുണാചൽ പ്രദേശിൽ ബൗണ്ടറിയിൽ പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ചൈനക്കാരാണ്, ഇപ്പുറത്ത് ഇന്ത്യൻ പട്ടാളമാണ്. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ പിരിഞ്ഞു പോയ സമയത്ത് ഈ ചൈനീസ് പട്ടാളക്കാരന് ഒരു വാച്ച്, അയാളുടെ കയ്യിൽ നിന്ന് വാച്ച് വഴി ഇന്ത്യൻ പട്ടാളക്കാരായിട്ട് കൊടുത്തത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ നെടുവങ്ങാട്ട് വന്നിട്ടുള്ളത്. ഇവർ തമ്മിൽ ഈ ശത്രുതയില്ല. ഒരു പട്ടാളക്കാരനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഒരു പട്ടാളക്കാരൻ്റെ അമ്മയും ഒരു പട്ടാളക്കാരൻ്റെ കുടുംബവും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ആഗ്രഹിക്കുന്നത് അധികാരികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ മുഴുവൻ യുദ്ധം ആഗ്രഹിക്കുന്നുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് അവർക്ക് വേണ്ടത്. അവർക്ക് പ്രണയിക്കണം, ആഹാരം കിട്ടണം, സ്വസ്ഥമായിട്ട് നല്ല കാറ്റൊക്കെ അനുഭവിച്ച് ജീവിക്കണം, പൂവ് കാണണം, മഴവില് കാണണം, കുഞ്ഞ് കാണണം, സ്നേഹം കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. ഇതിനെ തടയുന്നത് അധികാരം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികളാണ്. അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരതിനെ പരിചയമായിട്ട് ഉപയോഗിക്കുന്നത് റിലീജിയനാണ്.